ഹായ് ഫ്രണ്ട്സ്, നവരാത്രിയുടെ 4-ാം ദിവസത്തെ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 4-ാം ദിവസത്തിൽ ദേവിയെ കൂശ്മാണ്ഡ എന്ന രൂപത്തിലാണ് പൂജിക്കുന്നത്. കൂശ്മാണ്ഡ എന്ന പേര് വരാനുള്ള കാരണത്തിന് പിന്നിലുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കഥയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ. പിന്നെ ലൈക്ക് ആൻഡ് ബെൽ ഐക്കോൺ പ്രസ് ചെയ്യൂ. മുമ്പ് പ്രപഞ്ചം സൃഷ്ടിയാകുന്നതിന് മുന്നേ ലോകം മുഴുവൻ ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ശക്തിയല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആ ദൈവശക്തിയിൽ നിന്ന് ലോകം മുഴുവൻ ഒരു പ്രകാശം ഉത്ഭവിക്കും. ആ പ്രകാശം ഒരു തേജസ്സോടു കൂടിയ സ്ത്രീ രൂപമായി മാറുമത്രേ. ആ രൂപമാണ് കൂശ്മാണ്ഡ ദേവി. ഒരു ചെറിയ പുഞ്ചിരിയോടെ കൂശ്മാണ്ഡ ദേവി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കും. സംസ്കൃതത്തിൽ കൂ എന്നാൽ സ്വൽപ്പം, ഊഷ്മ എന്നാൽ ചൂട്, അണ്ട എന്നാൽ മുട്ട എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായപ്പോൾ കൂശ്മാണ്ഡ ദേവി തൻ്റെ ശക്തിയിൽ നിന്ന് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന 3 ദേവീരൂപങ്ങളെയും സൃഷ്ടിക്കും. അതായത് മഹാകാളി ശക്തിയുടെയും, മഹാലക്ഷ്മി പ്രകാശത്തിൻ്റെയും, മഹാസരസ്വതി ശബ്ദത്തിൻ്റെയും സൃഷ്ടിയാകുന്നു. അങ്ങനെ മഹാകാളി ശിവനെയും സരസ്വതിയെയും സൃഷ്ടിക്കും. മഹാലക്ഷ്മി ബ്രഹ്മ പിന്നെ ലക്ഷ്മിയെയും സൃഷ്ടിക്കും. മഹാസരസ്വതി വിഷ്ണു പിന്നെ ശക്തിയെയും സൃഷ്ടിക്കും. ഇങ്ങനെ കൂശ്മാണ്ഡ ദേവി ബ്രഹ്മാവിന് സരസ്വതിയെയും, വിഷ്ണുവിന് ലക്ഷ്മിയെയും, ശിവന് ശക്തിയെയുമായി ഒരുമിപ്പിക്കും. എന്നിട്ട് കൂശ്മാണ്ഡ ദേവി സൂര്യൻ്റെ മധ്യത്തിൽ പോയി നിലകൊള്ളുമത്രേ. സൂര്യന് ദിക്ക് കാണിക്കുകയും പ്രകാശം കൊടുക്കുകയും ചെയ്യുന്നത് കൂശ്മാണ്ഡ ദേവിയാണത്രേ. നവരാത്രിയുടെ 4-ാമത്തെ നിറം നീലയാണ്. ഇത് അന്തസ്സിൻ്റെയും ശോഭയുടെയും നിറമായി കണക്കാക്കപ്പെടുന്നു. അടുത്ത എപ്പിസോഡിൽ നവരാത്രിയുടെ 5-ാം ദിവസത്തെ കഥയുമായി നമുക്ക് വേഗം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.